പഠന കാര്യങ്ങളിൽ നിങ്ങൾ പാരൻസിൽ നിന്ന് ഏത് രീതിയിലുള്ള സമീപനമാണ് ആഗ്രഹിക്കുന്നത്? പഠനകാര്യങ്ങളിൽ അഡോളസൻസ് എന്നല്ല, ഏതൊരു കുട്ടിയും പ്രതീക്ഷിക്കുന്നത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അധികം നമ്മളെ പ്രഷറൈസ് ചെയ്യാനും പാടില്ല, എന്നാൽ നമ്മളെ തീരെ ശ്രദ്ധിക്കാണ്ടിരിക്കാനും പാടില്ല. എനിക്ക് പല ഫ്രണ്ട്സും ഉണ്ട്. എൻ്റെ ഫ്രണ്ട് ഒരു ടോപ്പറായിരുന്നു. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളൊരു റോബോട്ട് എന്നോണമാണ് അവൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ലൈക്ക് ചെറുപ്പത്തിൽ തൊട്ടേ അവളെ എന്താ പറയുക, എക്സാംസ് എഴുതിക്കാനും ട്യൂഷൻ 3-4 ട്യൂഷൻ ഉണ്ടായിരുന്നു ആ കുട്ടിക്ക്. 3-4 ട്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ പാരൻസ് എന്താ പറയുക, ഫോൺ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, ഇന്ന സമയം മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ, പഠിക്കാൻ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്താ പറയുക, ഫ്രണ്ട്സിനായിട്ടൊന്നും ടെക്സ്റ്റ് ചെയ്യാനോ മര്യാദക്ക് സംസാരിക്കാനോ, ആ കുട്ടിക്ക് ബേസിക്കലി പാരൻസിനോട് സ്കൂളിൽ ഉണ്ടാകുന്ന കാര്യം സ്റ്റഡീസ് അല്ലാണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ പറയാൻ എന്തോ ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ ആളൊരു എന്താ പറയുക ഡിപ്രസ്ഡ് മൂഡാണ്. അയാളെക്കാളും ആരെങ്കിലും മുന്നേ വന്നാൽ ഫസ്റ്റ് ആയാൽ അയാൾക്കൊരു ടെൻഷനാണ്. ചില കുട്ടികളുണ്ട്, അവർക്ക് ചിലപ്പോൾ പഠിക്കാൻ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെയും പാരൻസ് ചില സമയത്ത് നെഗ്ലക്റ്റ് ചെയ്ത് വിടും. ചിലപ്പോൾ അവരുടെ സിബ്ലിങ്സ് നന്നായിട്ട് പഠിക്കുന്നതായിരിക്കാം, അവർ പഠിക്കുന്നുണ്ടല്ലോ നിനക്കെന്താ പഠിച്ചാൽ എന്ന് അവർക്ക് ചിലപ്പോൾ എല്ലാവർക്കും എല്ലാത്തിലും കഴിവുണ്ടാവണമെന്നില്ലല്ലോ. അവരുടെ കഴിവ് മനസ്സിലാക്കി അവരെ എന്താ പറയുക പൊക്കിക്കൊണ്ട് വരാനാണ് പാരൻസ് ശ്രമിക്കേണ്ടത്. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അക്കാഡമിക്കൽ ആയിട്ടുള്ള ഒരു മത്സരബുദ്ധി, കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ ക്ലിനിക്കിലൊക്കെ വന്നിരിക്കുന്ന ഇപ്പോൾ ഇവൻ മാതാപിതാക്കൾ പോലെ ഡിപ്രസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം കാരണം എന്താണെന്ന് ചോദിച്ചു വരുമ്പോഴത്തേക്കും മക്കൾക്ക് മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ കുട്ടിയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ അത്ര മാർക്ക് എൻ്റെ കുഞ്ഞിന് കിട്ടിയില്ല, ഞാൻ ഇനി എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും, അതൊക്കെയാണ്. ചിലപ്പോൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും, സിസ്റ്ററെ ഞാൻ പഠിച്ചതിൻ്റെ മാക്സിമം എനിക്ക് ഈ മാർക്ക് കിട്ടി, പക്ഷെ എൻ്റെ മാതാപിതാക്കൾക്ക് ഇതുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മതിയാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിയർ ഓഫ് ഫെയിലിയേഴ്സാണ്. അതായത് എനിക്ക് തോൽവി സംഭവിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഞാനതിനെ ടോളറേറ്റ് ചെയ്യും, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ടോളറേറ്റ് ചെയ്യില്ല, എൻ്റെ വീട്ടിലത് പ്രശ്നമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് വല്ലാത്തൊരു പ്രഷറൈസ് ചെയ്യുന്നൊരു മേഖല തന്നെയാണ് നമ്മുടെ ഈ അക്കാഡമിക് സിസ്റ്റവും കുട്ടികളുടെ ഒരു ഇൻ്ററാക്ഷനും.